വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. ജസ്ന കണ്ണന്റെ ചിത്രം വരച്ച് വിൽപ്പന നടത്തുന്ന കോഴിക്കോടടുത്ത് കൊയിലാണ്ടിക്കാരിയായ ഒരു യുവതി. 12 മണിയായി, ഞാൻ കണ്ണനെ വിഷ് ചെയ്യാൻ വന്നതാണ്. ഇവരെ കുറിച്ചിപ്പോ സോഷ്യൽ മീഡിയയിലെ സംഘി പ്രൊഫൈലുകളിലും ചാനലുകളിലുമൊക്കെ അതിരൂക്ഷമായ സൈബർ ആക്രമണമാണ് ഈ ഒരു യുവതിക്കെതിരെ നടക്കുന്നത്. ഞാൻ ഞെട്ടിപ്പോയി. 12ഓളം ചാനലുകളിലാണ് ഇവർക്കെതിരെ ഒന്നിച്ചിട്ട് ഒരേപോലെ എന്തുമാത്രം വേണ്ടാധീനങ്ങളാണ് ഇവർക്കെതിരെ പറഞ്ഞുണ്ടാക്കുന്നത്. നേരത്തെ ഇവരുടെ കണ്ണിലുണ്ണിയായിരുന്നു. ഇവര് കണ്ണന്റെ ചിത്രമൊക്കെ വരച്ചിട്ട് ഗുരുവായൂർ അമ്പലത്തിൽ കൊണ്ടുവന്നു. ഗുരുവായൂർ അമ്പലത്തിൽ കൊണ്ടുപോയിട്ട് ഒരു ചിത്രത്തിന് 400 രൂപ എന്നൊക്കെ പറഞ്ഞ് വിൽക്കുന്നു. 400 എന്നല്ല, അതിന്റെ മുകളിലേക്ക് റേറ്റ് പറഞ്ഞ് വിൽക്കുന്നു. ഇതൊക്കെ ഇതിന്റെ പിന്നിൽ എന്തൊക്കെയോ അജണ്ടകൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ മുഴുവൻ ABC അടക്കമുള്ള മുഴുവൻ സംഘി ചാനലുകളിലും ഈ പെൺകുട്ടിക്കെതിരെ രൂക്ഷമായ, കേട്ടാൽ അറപ്പുളവാക്കുന്ന വാക്കുകളൊക്കെയാണ് ഈ ചാനലുകൾ പറയണത്. ഞാൻ ഭയങ്കര ഷോക്കായിപ്പോയി. ഇതിനു മുൻപ് ഇതേപോലെ പറഞ്ഞുണ്ടാക്കിയിട്ട് ഈ പെണ്ണ് മരുന്ന് കഴിച്ചിട്ട് ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു. മതം തിന്നുന്ന മനുഷ്യരെക്കാട്ടിലും നല്ലത് മനുഷ്യരെ തിന്നുന്ന കഴുകന്മാരാണ്. ഒരു പെണ്ണിന്റെ മാനം വരെ പോയിട്ടുണ്ടായിരുന്നു എന്ന് പബ്ലിക്കിന്റെ ഇടയിൽ വന്ന് പറയുമ്പോൾ അത് എത്രത്തോളം അനുഭവിച്ചത് കൊണ്ടായിരിക്കും വന്ന് പറഞ്ഞത് എന്ന് ചിന്തിക്കുന്നില്ല. പിന്നീട് രക്ഷപ്പെട്ടു, പോലീസ് കേസായി. പിന്നീട് അവർ തുറന്നു പറഞ്ഞിരുന്നു. ഇവര് ഉസ്താദുമാരെന്തെങ്കിലും വെക്കട്ട് കയറി പറയുമ്പോൾ കുറെ മാപ്പിളാർ ഇവരെ കയറുന്ന ചൊറിയാൻ വരും. അത് ഭയങ്കര വാർത്തയാവും. ഇവരിപ്പോൾ അടുത്ത് മറുനാടലിനൊക്കെ ഭയങ്കര വിശദീകരണമൊക്കെ കൊടുത്തിരുന്നു. പക്ഷെ ഇവരെ ശരിക്കും ആക്രമിക്കുന്നത് ഇതുപോലെയുള്ള സംഘ് ചാനലുകളാണ്. അവർ പറയുന്നതാണ് ബി താത്ത, ബാലാമണി താത്ത, ഏറത്താത്ത, ഇത് മുഴുവനും ഹിന്ദുക്കളെ പറ്റിക്കാൻ വേണ്ടി ഇറങ്ങിക്കാണ്. നീ അഴിയെണ്ണും. എല്ലാ ചാനലുകളിലും സംഘ് പരിവാറിനെ പ്രൊമോട്ട് ചെയ്യുന്ന എല്ലാ ചാനലുകളിലും ഇന്ന് ഈ ജസ്ന സലീമിനെതിരെയാണ് വീഡിയോ. ഇവരെന്തിനാണ് ഇങ്ങനെ? അതെവിടെയെങ്കിലും നിങ്ങളുടെ ഈ ക്ഷേത്രങ്ങളിലൊക്കെ സംബന്ധിച്ചിട്ട് തന്നെയല്ലേ അവിടുത്തെ ആളുകൾ സംബന്ധിച്ചിട്ട് അവർ കയറുന്നത്? പിന്നെ എന്തിനാണ് അവരെ ഏതൊരു മുസ്ലിം ആളുകൾ പറഞ്ഞ് വിടുന്നതാണ് ഹിന്ദുക്കളെ തകർക്കാൻ എന്നൊക്കെയാണ് ഇപ്പൊ ഇവർ പറഞ്ഞു വരുന്നത്. അതിൽ ABC മലയാളത്തിൽ വന്ന ഉള്ളതിൽ വെച്ചിട്ട് വർഗീയത കുറഞ്ഞ പദമുള്ളൂ. ബാക്കിയുള്ള ഭയങ്കരമായുള്ള അതിമോശമായ വീടുകളാണ്. അത് പറയിപ്പിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതിലെ പ്രധാനപ്പെട്ട ഭാഗം ഒന്ന് കാണാം. സാർ, ജസ്ന സലീം കണ്ണന്റെ ഭക്തിയാണെന്ന് അവകാശപ്പെടുന്ന ഒരു സ്ത്രീയാണ്. അപ്പോൾ ഇവർക്കെതിരെ രൂക്ഷമായ ആക്രമണമൊക്കെ ഉണ്ടായി, സൈബർ ആക്രമണമൊക്കെ ഉണ്ടായി. ഇവരെന്നിട്ട് ആത്മഹത്യക്ക് ശ്രമിച്ചു. അന്ന് ഞാനും സുനിലേട്ടനും കൂടി ഇവിടെ ഒരു ടോക്ക് ചെയ്തിരുന്നു. കാരണം ഇവർക്കെതിരെ ഇങ്ങനെ ആക്രമണം നടത്തരുത്, ഇവരെന്താണ് ചെയ്ത തെറ്റ്, ഇവരെ ന്യായീകരിച്ചുകൊണ്ടാണ് ചെയ്തത്. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന ചില ദൃശ്യങ്ങൾ, ചില വാർത്തകളൊക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത. കഴിഞ്ഞ ദിവസം ഗുരുവായൂർ അമ്പലത്തിൻ്റെ ആ പരിസരത്ത് വെച്ച് ഒരു കേക്ക് മുറിച്ച് ഒരു പീസ് എടുത്ത് അവർ തന്നെ കടിക്കുന്നു. എന്നിട്ട് ആ ക്ഷേത്രത്തിൽ വന്ന് 2 സ്ത്രീകളുടെ വായിലേക്ക് അത് വെച്ചു കൊടുക്കുന്നു. ഇപ്പം നമ്മുടെയൊക്കെ വീട്ടിൽ കേക്ക് മുറിച്ചാൽ തന്നെ അച്ഛൻ, അമ്മ, സഹോദരി, സഹോദരൻ, ഭർത്താവ്, ഭാര്യ, അങ്ങനെയൊക്കെ നമ്മൾ കടിച്ചതിൻ്റെ ഒരു ഭാഗം വെക്കും. ഇത് ഏതോ സ്ത്രീകൾക്ക് ഇവർ കടിച്ചതിൻ്റെ ഉച്ഛിഷ്ടം കൊണ്ട് വെച്ചു കൊടുക്കുന്നു. എന്നിട്ട് ഞാനിത് ഭയങ്കര ആഘോഷിക്കുകയാണ്. സത്യത്തിൽ ഈ കേക്കൊക്കെ ഉണ്ടാക്കുന്നതിന് മുട്ടയൊക്കെ ചേർത്തല്ലേ? അപ്പോൾ ഇത്തരം സാധനങ്ങൾ നമ്മളൊരു ക്ഷേത്രത്തിൽ പോകുമ്പോഴുണ്ടാകുന്ന മത്സ്യം, മാംസം ഇതൊക്കെ ഒഴിവാക്കിയിട്ട് ക്ഷേത്രത്തിൽ പോകണമെന്നുള്ള വിശ്വാസമാണ്. ശുഭ്ര വസ്ത്രമൊക്കെ ധരിച്ചു പോകണമെന്ന്. അപ്പോൾ ഇതിനെയൊക്കെ അപഹസിക്കുന്ന രീതിയിലല്ലേ ഈ ജസ്നയുടെ നിലപാടുകൾ നമുക്ക് കാണാൻ കഴിയുന്നത്? ബാലാമണി പോയ ഗുരുവായൂര് ബാലാമണിയുടെ സ്ഥാനം കൈയടക്കിയ പോലെയാണ് ഈ ജസ്നയുടെ ഈ പരിപാടി. ഒരു അപരനാമങ്ങളുണ്ട് സാറേ, ബാലാമണി താത്ത എന്നാ പറഞ്ഞത്. ഓ, അങ്ങനെ പറയൂ. അതെനിക്ക് അറിഞ്ഞൂടായിരുന്നു. അപ്പൊ ബി താത്ത എന്നും പറയാം. കാരണം ഇവര് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒഫീഷ്യൽ മറ്റേ ട്വിറ്ററിൽ എക്സില് ഇവരുമായിട്ടുള്ള ഒരു ചിത്രമില്ലേ ഉണ്ട്. അങ്ങനെ ഇവർക്ക് കാണാവുന്ന ഒരു സൗകര്യം ഒരു കേന്ദ്രമന്ത്രിയല്ലേ ചെയ്തു കൊടുത്തത്? ഒരു കേന്ദ്രമന്ത്രിയാ. അങ്ങനെയാണ് അറിയുന്നത്. PVMന്റെ അടുത്ത് വരെ ഇവർക്ക് എത്താനുള്ള സൗകര്യം ഒരു കേന്ദ്രമന്ത്രി ചെയ്തു കൊടുത്തു എന്നാണ്. കാരണം ആ കേന്ദ്രമന്ത്രി ശോഭാ സുരേന്ദ്രന് അത്തരം സൗകര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കുന്ന ആളല്ലായിരുന്നു, നമുക്കറിയാം. മാത്രമല്ല സാറേ, ഈ ഇവർ പോകുമ്പോൾ ഇവർക്ക് താല്പര്യമുള്ള കുറച്ച് യൂട്യൂബേഴ്സിനെ കൂടെ കൊണ്ടുപോകും. എന്നിട്ട് ഇവിടെ ക്യൂ നിൽക്കുന്ന ആളുകളുടെ അടുത്ത് എന്നെ പറയും, നീയല്ലേ എന്നെക്കുറിച്ച് അന്ന് യൂട്യൂബിൽ മോശമായിട്ടിട്ട്, നീയല്ലേ? അങ്ങനെയൊക്കെ ചെന്ന് ഒരു അമ്പലത്തിന്റെ നടയിൽ നിന്ന് ഒരു മുസ്ലിം സ്ത്രീക്ക് പരസ്യമായി പറയാൻ പറ്റുമോ? ഇത് തിരിച്ച് ഒരു മുസ്ലിം പള്ളിയിലോ ഒരു ക്രൈസ്തവ ദേവാലയത്തിലോ എന്നുള്ളത് മാറ്റി വെച്ചിട്ട് ഏതെങ്കിലും ഒരു സ്ത്രീക്ക് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാലും പറ്റില്ല. മറ്റൊരു ദേവാലയത്തിൽ ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞാൽ എന്തായിരിക്കും? കച്ചവടം ചെയ്യാവുന്ന സ്ഥലമാണോ ഈ ഗുരുവായൂർ ക്ഷേത്രം? തന്ത്രി താമസിക്കുന്ന സ്ഥലത്തുമൊക്കെ സർവതന്ത്ര സ്വതന്ത്രമായിട്ട് വിഹരിക്കുന്നു എന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. ഗുരുവായൂർ തന്ത്രിയുടെ മുറിയിൽ ഇവർക്ക് ഫ്രീ ആയിട്ട് കയറാം, സ്വതന്ത്രമായിട്ട് കയറാം എന്നൊക്കെ പറയുമ്പോഴേ അത് എന്നിട്ട് ഇവര് തലയിൽ തട്ടമൊക്കെ ഇട്ടുകൊണ്ട് പോയിട്ട് അള്ളാ പടച്ചോനെ എന്നൊക്കെയാണ് അവിടെ നിന്ന് തന്നെ
വിളിക്കുന്നത്. അപ്പോൾ ഇവരുടെ ഉദ്ദേശം എന്താ ശരിക്കും? കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഭയങ്കര വിശ്വാസിയാണ്, എനിക്ക് മുസ്ലിം സമുദായത്തിൽപ്പെട്ടാണ്, എനിക്കും ക്ഷേത്രത്തിലേക്ക് കയറണം എന്നൊക്കെ ഒരു ആവശ്യം ഉന്നയിച്ചുകൂടെ? ഇവരെ സപ്പോർട്ട് ചെയ്യാൻ അന്ന് ആരെങ്കിലും ഒക്കെ കൂടെ വരികയും ചെയ്യും. ജസ്നയുടെ അജണ്ട അറിയാതെ കുറെ ഹിന്ദുക്കളും ഇവരുടെ കൂടെ ചെന്ന് പെട്ടിട്ട് ചില ഹിന്ദുക്കളെയൊക്കെ കൂട്ടിയൊക്കെയാണ് അവർ ഈ റീൽസ് എടുക്കുക, അതിൽ നിന്ന് വരുമാനം പറ്റുക, ഗുരുവായൂരപ്പനെ കച്ചവടം ചെയ്യുക. ഇതാണ് ഇപ്പൊ ജസ്ന ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. സുരേഷ് ഗോപിക്കുള്ള അപേക്ഷകളൊന്നും എനിക്ക് തരരുതെന്നൊക്കെ ഇവര് പലരോടും പറഞ്ഞു. സുരേഷ് ഗോപി ചേട്ടനുള്ള അപേക്ഷ, സുരേഷ് ഗോപി ചേട്ടനുള്ള അപേക്ഷ ഇവരുടെ കയ്യിലാണോ കൊടുക്കേണ്ടത്? അത് അല്ലെങ്കിൽ തന്നെ അവരുടെ കയ്യിലാണോ കൊടുക്കേണ്ടത്? വേറെ ആരുടെയും ഒക്കെ എന്താ പറയാ പിന്തുണയോട് കൂടി നടക്കുന്ന ഒരു പട്ടി ഷോ ആണ് ഈ ജസ്നയുടേത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം അവര് ഈ വലിയ ചിത്രകാരിയാണോ എന്നൊന്നും എനിക്കറിഞ്ഞൂടാ. അല്ല, അവർ ചിത്രകാരിയൊന്നുമില്ല, അവർ ആരോ വരച്ച ഒരു ചിത്രത്തെ കോപ്പി അടിച്ച് അത് അങ്ങനെ പടർത്തുന്നതാണ് ഞാൻ വായിച്ചിട്ടുണ്ട്. കാരണം മാത്രമല്ല ഇപ്പൊ അവർ പറയുന്ന ഒരു ചിത്രത്തിന് 20,000 രൂപയാണ്. അങ്ങനെ 400 ചിത്രം ആളുകളെ കൊണ്ട് വാങ്ങിപ്പിക്കാൻ അവർ ശ്രമിച്ചു. അപ്പൊ എത്ര വലിയ പൈസ ഉണ്ടാക്കാൻ അവർ ശ്രമിച്ചു? അതെ, അവര് ചിത്ര വിൽപ്പനയും ചെയ്യുന്നുണ്ട്, ഇപ്പൊ റീലുകൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഗുരുവായൂരപ്പനേക്കാൾ വലിയ ഈ പുരയ്ക്കുമേൽ ചാഞ്ഞ മരം എന്ന് പറയില്ലേ, ആ അവസ്ഥയിലാണ് ഇപ്പൊ. ഗുരുവായൂരപ്പനേക്കാൾ വലിയ ബാലാമണിയാണ് ജസ്ന എന്നുള്ള അവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് നിർദ്ദേശിക്കാനുള്ളത് എന്താന്ന് വെച്ചാൽ കേന്ദ്ര ഏജൻസികൾ കുറച്ചുകൂടി ജാഗ്രതയോടുകൂടി. ഇവരിതൊന്നല്ല, ഇതിലപ്പുറം വർഗീയത പറയുന്നുണ്ട്. ഇവർ ഈ വർഗീയത മുസ്ലിം തങ്ങന്മാർ തുപ്പിയിട്ടൊക്കെയാണ് ഫുഡ് കൊടുക്കണേ. എവിടെയാണ് ഏത് മനുഷ്യനാണോ തുപ്പിയിട്ട് ഫുഡ് കഴിക്കണേ? ഇഷ്ഫി എന്ന് പറഞ്ഞ മന്ത്രിച്ചൂതന കണ്ടിട്ടുണ്ട്. അപ്പൊ ഇവരുടെ ഒരു ധാരണ ഇതെന്തൊക്കെയോ ആക്കി തീർക്കാൻ വേണ്ടി ഈ ജസ്നയെ ഇപ്പൊ ഇവര് കൈവിട്ടിക്കാണ്. എനിക്ക് തോന്നുന്നില്ല മുസ്ലിം ആളുകൾക്ക് ഇവർ പറയുന്നുണ്ട് കണ്ണനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൽ ഇവർ പറയുന്ന ഒരു വിയോജിപ്പൊക്കെ ഉള്ളത്, കണ്ണനെ എനിക്ക് ഭയങ്കര വെറുപ്പായിരുന്നു. ഏത് മുസ്ലിങ്ങൾക്ക് ആ കണ്ണനോട് വെറുപ്പ്? കണ്ണനോ ആളുകൾക്ക് അവനവന്റെ മാത്രമേ വിശ്വാസം ഉണ്ടെന്ന് കരുതിയിട്ട് വേറെ മതക്കാരോട് വെറുപ്പുണ്ടാവോ? അപ്പൊ കണ്ണനും എനിക്ക് വെറുപ്പായിരുന്നു. ആ വെറുപ്പിന്റെ ഇടയിൽ നിന്നാണ് പിന്നെ ഞാൻ കണ്ണനെ വരച്ചത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ടുള്ള വർത്താനം ഇങ്ങനെ കേൾക്കുമ്പോഴേക്കും മാപ്പിളാരെ കൂടി മുസ്ലിങ്ങളെ കൂടി കണ്ണനെ വെറുത്തോണ്ടിരിക്കുക എന്നുള്ളത്. ആര് വെറുക്കണേ? അപ്പൊ ഇവര് പറഞ്ഞ ഒരു മുസ്ലിമിന്റെ പക്ഷത്ത് നിൽക്കുക, എന്നിട്ട് ഹിന്ദുവിന്റെ കൂടെ നിന്നിട്ട് ഇപ്പൊ എന്തായിപ്പോ? അവർക്കത് വേണ്ട, ഇത് തട്ടിപ്പാണെന്ന് അവർക്ക് മനസ്സിലായി. ഇത് രണ്ടു കൂട്ടിനും പറ്റിക്കാൻ നമുക്ക് തോന്നണേ. ഒരു കൂട്ടർ ഇങ്ങനെ പറഞ്ഞു പറ്റിക്കുന്നു, ഒരു കൂട്ടർ പറഞ്ഞു ഇവരുടെ ലക്ഷ്യം ഇവരെ നല്ലപോലെ കച്ചവടം നടത്തുകയാണെങ്കിൽ മാന്യമായിട്ട് കച്ചവടം നടത്തും. ഞാൻ ഇന്ന മതവിശ്വാസക്കാരിയാണ്, ഇത് വരക്കാനറിയാം, ഇത് നിങ്ങളാരെങ്കിലും വാങ്ങാനുണ്ട് നല്ലപോലെ പറഞ്ഞാൽ തന്നെ ആളുകൾ അത് വാങ്ങും. പിന്നെ ഇവർ പറഞ്ഞൊരു കുറച്ച് കാര്യങ്ങളുണ്ട്. ശബരിമല എന്നുള്ളത് അവരുടെ അതുപോലെ എന്താണ് ഗുരുവായൂർ അമ്പലം എന്ന് പറയുന്നത് അവരുടെ വിശ്വാസപ്രകാരം അവരുടെ ഒരു കേന്ദ്രമാണ്. അതൊരു മതമൈത്രി കേന്ദ്രമല്ലല്ലോ. അപ്പൊ അവർക്ക് അവരുടെ വിശ്വാസങ്ങളെ സംരക്ഷിക്കണമെന്നും ആചരിക്കണമെന്നും ആ വിശ്വാസ രീതികൾ വേണമെന്നൊക്കെ ഉണ്ടാവും. ഇത് അവിടെ പോയിട്ട് കേക്ക് മുറിച്ച് കോഴിമുട്ട ഉപയോഗിച്ച് കേക്കൊക്കെ മുറിച്ചാല് എന്തിനാണ് അവരുടെ വിശ്വാസങ്ങളെ വ്രണപ്പെടുത്തുന്നത്? എന്നെ കുറിച്ച് പല ഗോസിപ്പുകളും വന്നിട്ടുണ്ട്. അപ്പൊ ഇതിലൊക്കെ എത്രത്തോളം സത്യാവസ്ഥ ഉണ്ട് എന്നുള്ളത് തെളിയിക്കാൻ ദയവായിട്ട് എനിക്കൊരു അവസരം തന്നിട്ടുണ്ട്. ഞാൻ ശ്രീകൃഷ്ണ ജയന്തിക്ക് ഗുരുവായൂർ നടയിൽ വെച്ചിട്ട് മുട്ട ഉപയോഗിച്ച് കേക്ക് മുറിച്ച് എന്നുള്ള ഒരു പ്രശ്നം നിങ്ങളൊക്കെ കേട്ടില്ലേ? ഞാൻ ആ കേക്കിൻ്റെ അകത്ത് മുട്ട ഇല്ലായിരുന്നു കേട്ടോ. ഈ പറയുന്ന ആൾക്കാരോടൊന്ന് ഒന്ന് അന്വേഷിക്കാൻ പറ, മുട്ടയില്ലാത്ത കേക്ക് ഉണ്ടോ എന്നുള്ളത്. ഇപ്പൊ അതല്ല, മുട്ടയല്ല ഇപ്പൊ ഇവിടുത്തെ വിഷയം. ശ്രീകൃഷ്ണ ജയന്തിക്ക് ഞാൻ ഗുരുവായൂർ നടയിൽ വെച്ചിട്ട് അത് പവിത്രമായ നട അശുദ്ധിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ അവിടുന്ന് കേക്ക് മുറിച്ചത്. നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഫോട്ടോ കണ്ടോ? ഇതേ സംഭവം തന്നെയല്ലേ നിങ്ങൾ സോഷ്യൽ മീഡിയയിലും കാണുന്നത്? അത് ഞാൻ എന്നാ പോസ്റ്റ് ചെയ്തെന്നുള്ളത് അതിൻ്റെ അടുത്ത് ഡേറ്റ് നിങ്ങൾ കണ്ടോ? ജൂൺ 15-ാം തീയതി, എൻ്റെ ജന്മദിനത്തിൻ്റെ അന്ന് ഗുരുവായൂർ നടന്റെ പുറത്ത് വെച്ചിട്ട് ഞാനൊരു കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെതാണ് നിങ്ങൾ ആ കാണുന്നത്. ഇനി വിശ്വാസമില്ലാത്ത ആൾക്കാർക്ക് എൻ്റെ ഇൻസ്റ്റാ പേജോ ഫേസ്ബുക്ക് പേജോ അല്ലെ എൻ്റെ യൂട്യൂബ് ചാനലോ എടുത്ത് നോക്കിയാൽ എന്നാണ് ആ വീഡിയോ പോസ്റ്റ് ചെയ്തത് എന്നുള്ളത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ മനസ്സിലായില്ലേ എന്നെ കുറിച്ച് പറയുന്ന ഗോസിപ്പുകളിലൊക്കെ എത്രത്തോളം സത്യമുണ്ട് എന്നുള്ളത്? എന്തിനാണ് അമ്പലനടയിൽ വെച്ചിട്ട് കേക്ക് കട്ട് ചെയ്തത്? കേക്ക് കട്ട് ചെയ്യേണ്ടത് വീട്ടിലല്ലായിരുന്നോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുടെ അടുത്ത് എന്നെ ഞാനാക്കിയ അല്ലെ എന്നിലൊരു അർത്ഥമുണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കി തന്ന എൻ്റെ കണ്ണന്റെ മുമ്പ് നിന്ന് മുറിക്കണം എന്നൊരാഗ്രഹം ഉള്ളത് കൊണ്ട് മാത്രം ചെയ്തു പോയതാണ്. ഇതിന് മുൻപെന്തോ ഹണി ട്രാപ്പ് നടത്തി, അങ്ങനെ നടത്തി, ഇങ്ങനെ ആരൊക്കെ എന്തൊക്കെ വെളിപ്പെടുത്തലൊക്കെ നടത്തിയിരുന്നു. അതെന്തോ ഒരു അജണ്ട ഉണ്ട്.
ഇവരുടെ ഈ ഒരു സംഘപരിവാറിന്റെ ചാനലുകൾ മുഴുവനും ഈ സ്ത്രീക്കെതിരെ അതിരൂക്ഷമായിട്ടുള്ള പ്രതികരണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ജാവേദ ടീച്ചർ ഉണ്ട്, ABC മലയാളം ഉണ്ട്, പിന്നെ എന്താ ഹിന്ദുത്വ, ഇങ്ങനെ പലതും ഉണ്ട്. എനിക്കിപ്പോൾ അവരവരുടെ വിശ്വാസപ്രകാരം അവരുടെ ആചാരപ്രകാരമൊക്കെ ജീവിക്കട്ടെ. ഗുരുവായൂർ അമ്പലത്തിൽ കയറാൻ അവിടുത്തെ അവിടുത്തെ ഭരണ നേതൃത്വം സമ്മതിക്കുന്ന കാലത്തുള്ളവർ കയറട്ടെ. അതിനെന്തിനാണ് ബാക്കിയുള്ളവർ ഇങ്ങനെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കണമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഏതായാലും ഈ വിഷയത്തിൽ ഈ വീഡിയോ കണ്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണം. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.